ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ വാദം ഇല്ല. ഇപ്പൊ ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. കംപ്ലൈന്റിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് നോക്കിയിട്ട് വാദം. എറണാകുളം സബ് ജയിലിലേക്കാണ് ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് എന്താ പറയുന്നത്? രഞ്ജിത്ത് പറഞ്ഞത് അങ്ങനെയാണ്. രഞ്ജിത്ത് എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. പരാതിയിലെ കഴമ്പില്ല, സത്യമില്ല എന്ന് തന്നെ. അഭിഭാഷകന് എത്താൻ പറ്റാത്ത അത്ര തിടുക്കമുണ്ടായിരുന്നു സാറേ പോലീസിന്? അറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകാനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് വരെ നേരെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ശരി, ഞാൻ ഗോപിക ഇതിനകത്ത് ഇപ്പോൾ രഞ്ജിത്ത് നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിരന്തരമായി ഇത്തരം പരാതികൾക്കകത്ത് നിയമ നടപടി നേരിട്ട ഒരാൾ എന്നതുകൂടി കോടതിയുടെ മുമ്പിൽ വരുന്ന ഒരു പ്രശ്നമായിരിക്കുമോ രഞ്ജിത്തിനെ സംബന്ധിച്ച്? തീർച്ചയായും നിഷാദ്, SITയും അത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഇത്തരത്തിൽ 2 സമാനമായ കേസുകൾ രഞ്ജിത്തിനുണ്ട്. അപ്പോൾ ഈ കേസുകളുടെ പശ്ചാത്തലവും അതുപോലെ തന്നെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുകൂടി പരിഗണിച്ച അതെന്തായാലും കേസിന്റെ പശ്ചാത്തലവും അതുപോലെ തന്നെ ഈ കേസ് വരാനുള്ള സാഹചര്യവും കോടതി എന്തായാലും പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഇതിലൊരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനപ്പം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡെവലപ്മെന്റ്സ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയും എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ രഞ്ജിത്തിനെ സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ SITയുടെ തെളിവുകൾ എന്തായാലും അതിനിർണായകമാണെന്ന് കോടതി ഇത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ ഉൾപ്പെടെ ഇത് വ്യക്തമായിരിക്കും. SIT സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ട് നിർണായകമായിരിക്കും. കാരണം ഇത്തരത്തിൽ നിരന്തരമായ ആരോപണ വിധേയനാണ്. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും പാർട്ടി ഉൾപ്പെടെ ഇടത് സഹയാത്രികനാണ്, കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. ആ സന്ദർഭത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു കേസുകൾ വന്നിരുന്നത്. ഇതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചെയർമാൻ സ്ഥാനം പോലും അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ അതിനൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സമാനമായ ഒരു കേസ് ഉയർന്നു വരുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒരു ഗൗരവകരമായ കാര്യമാണ്. നിരന്തരമായി ഒരാൾക്ക് നേരെ ഇത്തരത്തിലുള്ള കേസുകൾ നിരന്തരമായി അടിക്കടി വരുന്നതിൽ എന്തായാലും അതുകൊണ്ട് തന്നെയായിരിക്കാം പോലീസ് വളരെ ഗൗരവകരമായുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങിയത്. കാരണം സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടും സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുമെല്ലാം വിവിധ തലത്തിലുള്ള ആരോപണങ്ങളും ചോദ്യങ്ങളും ചർച്ചകളും എല്ലാം തന്നെ വന്നിരുന്നു. സിനിമ കോൺക്ലേവുകൾ ഉൾപ്പെടെ നടന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ തന്നെ സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയും അതുപോലെ തന്നെ ഈ ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായ ചർച്ചകൾക്കെല്ലാം ചെയ്ത് എന്നിട്ടും അതിനുശേഷവും അതിൻ്റെ നിയമനിർമ്മാണങ്ങൾ നടന്നതിനു ശേഷവും ആണ് ഇത്തരത്തിലൊരു പ്രഗത്ഭനായ സംവിധായകൻ വീണ്ടും ഇത്തരത്തിലുള്ളൊരു ആരോപണത്തിലേക്ക് എത്തുന്നത് എന്നതാണ് പ്രശ്നം. അപ്പോൾ ഇതിനെതിരെ എന്താണ് നടപടി സ്വീകരിക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറയുന്നത് പോലീസ് ആഭ്യന്തര വകുപ്പിൻ്റെ ഇപ്പോൾ തൻ്റെ കീഴിലല്ല വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ അതൊരു വളരെ അതിനിർണായകമായ വേഗതയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസിൽ ഉണ്ടാകുന്നത്. കാരണം ഇന്നലെ അറസ്റ്റ് ചെയ്യുന്ന കാരണം അതിന് മുൻപ് വന്ന 2 കേസുകളിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വെള്ളേപ്പോക്ക് ഉണ്ടായിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ ഉൾപ്പെടെ നിരവധി കേസുകൾ അത് അന്വേഷണത്തിൻ്റെ സംഘത്തിനും അത് മൊഴി രേഖപ്പെടുത്തുന്നതിനുമെല്ലാം വലിയൊരു ബുദ്ധിമുട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ തന്നെ പരാതിക്കാരി പിൻവലിയുന്ന സാഹചര്യം, അതുപോലെ തന്നെ 2ാമത്തെ കേസിലാണെങ്കിലും രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായ വിധിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കേസിൽ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് ആണ് കാണേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തിന് ഇത് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ആ തെളിവുകൾ പരിശോധിച്ച ശേഷമായിരിക്കും കോടതി ഇതിലൊരു നിലപാടെടുക്കുക. ജാമ്യം ലഭിക്കുക എന്നത് ദുഷ്കരം തന്നെയായിരിക്കും. കാരണം ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ കേസാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് BNS 74 പ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിനാണ് കേസെടുത്തുള്ളത്. ഈ കാരവനിൽ ഈ യുവനടിയെ ആക്രമിച്ചു അല്ലെങ്കിൽ മോശമായ രീതിയിൽ പെരുമാറി എന്നതാണ് കേസ്. ഇത് നോൺ വെയിലബിൾ ഒഫൻസ് ആണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇത് കോടതി പരിഗണിക്കുക എന്നുള്ളത് ഇന്ന് നിർണായകമാണ് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിനും കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. നിഷാദ്, ശരി, ഗോപികയാണ് വിവരങ്ങൾ നൽകിയത്.